നമസ്കാരം. സുജി വൈദ്യൻ, കളരിയിൽ ധാർമ്മിക ആശ്രമം. ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം നാഡീ നിർണയ ചികിത്സയെയും സംബന്ധിച്ചാണ്. 8 വിധ പരിശോധനകളാണ് പരമ്പരാഗത സമ്പ്രദായത്തിലും ആയുർവേദത്തിലും രോഗം നിർണയിക്കുവാനായി ചെയ്തു വരുന്നത്. അതിലേറ്റവും പരമപ്രധാനമായ ഒന്നാണ് നാഡീ പരിശോധന. നാഡീ പരിശോധനയിലൂടെ രോഗികളുടെ ശാരീരിക ദോഷങ്ങളുടെ അവസ്ഥകളെ വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. പ്രധാനമായ രോഗനിർണയം നാഡീ നിർണയത്തിലൂടെയാണ് നടത്തിയിരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് 3 പ്രധാന ഊർജങ്ങളാണ്. അതിനെ ത്രിദോഷങ്ങളെന്നാണ് പരമ്പരാഗത വൈദ്യശാസ്ത്രം പറയുക. വാതം, പിത്ത, കഫങ്ങൾ, ഇത് 3 തരം ഊർജങ്ങളാണ്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ വ്യക്തമായി നിർണ്ണയിക്കുക, പോരായ്മകളെ ക്രമപ്പെടുത്തുക, അതിനാവശ്യമായ ചികിത്സാവിധികൾ നിർണ്ണയിക്കുക എന്നതാണ് നാഡീ പരിശോധനയിലൂടെ നാം മുഖ്യമായി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്രകാരം ഉണ്ടാകുന്ന ഊർജ്ജപ്രവാഹത്തിൻ്റെ തടസ്സത്തെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുക, വേണ്ട തിരുത്തലുകൾ നടത്തുക, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് നടത്തുക, ഊർജ്ജപ്രവാഹത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന കൗശലങ്ങൾ ഉപയോഗിക്കുക, റിവൈവൽ ടെക്നിക്സ് ഉപയോഗിക്കുക എന്നതാണ് ചികിത്സയിലൂടെ നാം നടത്തുന്നത്.